أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله تعالى وبركاته. ഈ ദിക്ർ ഒരു പ്രത്യേകമായ ഒരു ദിക്റാണ്. ഈ ദിക്ർ ചെല്ലുന്നതിന് മുമ്പായിട്ട് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്നും കൂടി ആദ്യമായിട്ട് പറയുകയാണ്. ഈ ദിക്ർ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഇസ്മാണ്. ഞാൻ ഈ പറയാൻ പോകുന്ന ദിക്ർ അത് വളരെ കൂടുതൽ പ്രാധാന്യമുള്ളതാണ്. അത് നമസ്കാരത്തിന് ശേഷം ഇരുന്ന് ചെല്ലിയാൽ തുടരെ തന്നെ ചെല്ലണം. നിസ്കാരത്തിന് ശേഷം എല്ലാം ഈ ദിക്ർ നിങ്ങൾ അങ്ങ് ചൊല്ലിക്കഴിഞ്ഞാൽ ഇതുകൊണ്ടുള്ള പ്രയോജനം എന്ന് പറയുന്നത് വളരെ കൂടുതൽ പ്രയോജനം ഉണ്ടാകും. കാരണം വെച്ചാൽ നമ്മളെ മനസ്സിനെ അങ്ങ് വൃത്തിയാക്കുകയാണ്. നമ്മുടെ മനസ്സിനകത്ത് എന്തെങ്കിലും അശുദ്ധികേടുകൾ വന്നിട്ടുണ്ടെങ്കിൽ, അഴുക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിനെ ശുദ്ധിയാക്കി തരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ശുദ്ധിയാക്കി തരുന്നു. മനസ്സങ്ങ് ക്ലീൻ ആവുകയാണ്. അതാണ് ഏറ്റവും വലുത്. മനസ്സിനകത്ത് വൃത്തികേട് ഇല്ലാത്ത ആൾക്കാർ, അതായത് കറുപ്പില്ലാത്ത ആൾക്കാർ വളരെ ചുരുക്കമാണ്. മിക്ക ആൾക്കാരുടെയും മനസ്സിനകത്ത് അല്പം തകരാറുകളൊക്കെ ഉണ്ട്. അള്ളാഹുവിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊഴിച്ച് ബാക്കി ഭൂമി ലോകത്തുള്ള സകലമായ ജനങ്ങൾക്കും ഈ അസുഖങ്ങളുണ്ട്. ഈ അസുഖങ്ങൾ അത് അവർ ദിക്റിലൂടെ, നല്ല മഹാന്മാരായ ആൾക്കാർ അവർ ദിക്റുകളിലൂടെ, അള്ളാഹു പറഞ്ഞിട്ടുള്ള ദിക്റുകളിലൂടെ ആ അഴുക്കുകളൊക്കെ അവർ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്കും ഈ അഴുക്കങ്ങ് മാറ്റാം. നമ്മുടെ ഹൃദയം അങ്ങനെ ദിക്ർ ചെല്ലുമ്പോൾ നമ്മുടെ ഹൃദയത്തിലുള്ള അഴുക്കുകൾ അങ്ങ് മാറുകയും നമ്മളെ ഹൃദയം അങ്ങ് വെട്ടിത്തിളങ്ങുന്ന ഒരു ഹൃദയമാക്കി മാറുകയും ചെയ്യും. അതാണല്ലോ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം എന്ന് പറയുന്നത്. ഹൃദയം ശുദ്ധിയായി കഴിഞ്ഞാൽ നമ്മുടെ ജീവനിർവാഹത്തിലുള്ള എല്ലാ കാര്യങ്ങളും ശുദ്ധിയായി എന്നുള്ളതാണ് അർത്ഥം. കാരണം നമ്മളെ ഹൃദയം അങ്ങ് ശുദ്ധിയാകുമ്പോൾ മറ്റൊരാളിനെ കുറിച്ച് മോശമായ ഒരു കാര്യം നമുക്ക് സംസാരിക്കാൻ തോന്നുകയില്ല. അനാവശ്യമായ ഒന്നും നമ്മൾ സംസാരിക്കത്തില്ല. ഇത്തിന പറയത്തില്ല, വിപത്ത് പറയത്തില്ല. ഇങ്ങനെയുള്ള ഒരു ദോഷങ്ങളും നമുക്ക് പറയാൻ തോന്നുകയില്ല. കാരണം നമ്മുടെ ഹൃദയം ശുദ്ധിയാണ്. നമ്മുടെ ഹൃദയത്തിൽ പരിശുദ്ധമായ ഹൃദയമായി നമുക്ക് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഹൃദയം വെച്ചുകൊണ്ട് നമുക്ക് മറ്റൊരാളിനെയും മോശമായിട്ട് ഒരു വാക്ക് പോലും നമുക്ക് പറയാൻ നമുക്ക് തോന്നുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് തോന്നിപ്പിക്കത്തതുമില്ല. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഉന്നതനായ ഒരു വ്യക്തിയായിട്ട് മാറുകയാണ്. അള്ളാഹുവിൻ്റെ മുമ്പിൽ ഏറ്റവും നല്ല ഒരു അടിമയായി നമ്മൾ മാറുകയാണ്. അതുകൊണ്ട് ഈ ദിക്ർ ചെല്ലുക എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിന് ശേഷം ഈ ദിക്ർ അങ്ങ് ചെല്ലുക. എത്ര ചെല്ലിയാലും നല്ലതാണ്. എന്നാൽ ഇതിനൊരു പ്രത്യേകമായൊരു കണക്കുണ്ട്. ആ കണക്ക് ആദ്യം ആ കണക്കനുസരിച്ച് തന്നെ നിങ്ങൾ ചെല്ലണം. അതിനുശേഷം എത്ര ദിക്റുകൾ വേണമെങ്കിലും നിങ്ങൾക്ക് ചെല്ലാം. അങ്ങനെ അങ്ങ് ചൊല്ലിക്കൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ആരാണെന്നറിയുമോ? അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അടിമ, ഒരു സാലിഹായ നല്ല ഒരാളായിട്ട് നിങ്ങൾ മാറുകയും നിങ്ങളിൽ നിന്നും മോശമായ ഒന്നും നിങ്ങളുടെ നാവ് കൊണ്ട് പുറത്ത് അങ്ങനെ വരികയില്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും ഹൈറും ബർക്കത്തുമാണ്. നിങ്ങളുടെ കുടുംബത്തിന് ഹൈറും ബർക്കത്തും ഐശ്വര്യവും എല്ലാം നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തരികയും നിങ്ങളുടെ കുടുംബം ഐശ്വര്യപരമായ ഒരു കുടുംബമാക്കി അങ്ങനെ മാറുകയും എല്ലാവിധ ഗുണവും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് തരുന്നതുമാണ്. ഇതാണല്ലോ നമുക്ക് ആവശ്യം. ഇതിനു വേണ്ടിയാണല്ലോ നമ്മൾ പ്രവർത്തിക്കേണ്ടത്. അതുകൊണ്ട് ഞാനിതാ ഈ ദിക്റിലൂടെ ചെല്ലാൻ പോകുന്നു. ആ ദിക്ർ നിങ്ങൾ ചെല്ലണമെന്ന് വീണ്ടും ഞാൻ നിങ്ങളോട് പറയുകയാണ്. ദിക്ർ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, വലിയ പാടെന്നുള്ള ദിക്റല്ല, ചെല്ലാൻ എളുപ്പമുള്ള ദിക്റാണ്. ഇത് നിങ്ങൾ ചെല്ലുകയും വേണം. എത്ര ദിക്ർ ചെല്ലണമെന്ന് പറഞ്ഞാൽ അത് നിസ്കാരത്തിന് ശേഷം ഇരുന്നു കൊണ്ട് ഒരു 33 ദിക്ർ ആ സമയത്ത് നിങ്ങൾ ചെല്ലണം. പിന്നീട് കിട്ടുന്ന സമയത്തെല്ലാം നിങ്ങൾക്ക് ഈ ദിക്ർ ചെല്ലാം. അപ്പോൾ ഈ ദിക്ർ എന്ന് പറയുന്നത് ഞാനതാ ചെല്ലാൻ പോകുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ ഹമീദു യാ അല്ലാഹ്, യാ ഹമീദു യാ അല്ലാഹ്, യാ ഹമീദു യാ അല്ലാഹ്. ഈ ദിക്റാണ് ചെല്ലാൻ എളുപ്പമുള്ള ദിക്റാണ്. നമസ്കാരത്തിന് ശേഷം ഇരുന്നു കൊണ്ട് ഒരു 33 പ്രാവശ്യം ഈ ദിക്ർ ചെല്ലണം. അത് കഴിഞ്ഞാലും പിന്നെ നിങ്ങൾക്ക് ഈ ദിക്റുകൾ എങ്ങനെ ചെല്ലാം? എപ്പോഴും ചെല്ലാൻ എളുപ്പമുള്ള ദിക്റാണ്. ഈ ദിക്ർ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടുപോയാൽ ചെല്ലി ഇങ്ങനെ വരുമ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ അള്ളാഹുമായിട്ടുള്ള ബന്ധം എത്രത്തോളം വലുതാകുമെന്നുള്ളത് അപ്പോഴറിയാം. നിങ്ങൾ ശുദ്ധിയുള്ളതായ ഒരാളായിട്ട് മാറും, ഹൃദയശുദ്ധിയുള്ള ഒരാളായിട്ട് മാറും. അതുകൊണ്ട് ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. പ്രയോജനങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങളെ കുടുംബം ഏറ്റവും ഉന്നതമായ ഒരു കുടുംബമായി മാറുകയാണ്. ആ കുടുംബത്തെ സന്തോഷത്തിൻ്റെയും മേന്മയുടെയും ഉയർച്ചയിലേക്ക് നിങ്ങളെ കുടുംബം എത്തുന്നതാണ്. അതാണല്ലോ നിങ്ങൾക്ക് ഏറ്റവും ആവശ്യം. നിങ്ങളെ മക്കളെല്ലാം നന്നായി പോകുന്നതാണ്.
നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ നന്നാകുന്നു, കുടുംബങ്ങൾ നന്നായി പോവുകയാണ്, എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു, അള്ളാഹുവിൻ്റെ പ്രീതി നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു, എല്ലാവിധ ഗുണങ്ങളും നിങ്ങൾക്ക് കിട്ടുന്നു. അതുകൊണ്ട് ഈ ദിക്ർ നിങ്ങൾ മാറ്റിവെക്കണ്ട. ഈ ദിക്ർ ചെല്ലണമെന്ന് വീണ്ടും വീണ്ടും ഞാൻ പറയുന്നു. ഈ ദിക്ർ ചെയ്യുന്ന ദിക്ർ ചെല്ലുന്ന എല്ലാവർക്കും ഇത് കാണുന്നവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല വർണ്ണമായ പ്രതിഫലം തരട്ടെ, കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ പറയുന്ന ഞാൻ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഈ പറഞ്ഞതിൽ എന്നിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയായ തമ്പുരാൻ എനിക്ക് പുറത്തു തരട്ടെ എന്നും കൂടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.